2020 തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്ന ട്രംപിനെതിരായ കേസ് ഫെഡറൽ കോടതി തള്ളി. അധികാരത്തിലിരിക്കുന്ന പ്രസിഡന്റിനെ വിചാരണ ചെയ്യാൻ അനുവാദമില്ലെന്ന് നീതിന്യായ വകുപ്പിന്റെ നയം വിചാരണ അംഗീകരിക്കുന്നില്ലെന്ന് ജഡ്ജി ടാനിയ വ്യക്തമാക്കി. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ട്രംപിന് ആശ്വാസം? തീർച്ചയായും രോഹിണി, ട്രംപിനെ ആശ്വാസം എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ കുറേ കൂടി കൃത്യമായി പറഞ്ഞാൽ ട്രംപിനെ കുറേ കൂടി കുറ്റമുക്തനാക്കുന്ന അല്ലെങ്കിൽ വിചാരണയ്ക്ക് വിധേയനാക്കാനുള്ള സാഹചര്യമില്ല എന്ന് തന്നെ വളരെ കൃത്യമായി പറയുന്ന ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, 2020 തെരഞ്ഞെടുപ്പിന് ശേഷം 21-ന് അധികാര കൈമാറ്റവുമായി സംബന്ധിച്ച സമയങ്ങളിലെല്ലാം തന്നെ വോട്ടെടുപ്പ് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും വലിയൊരു തർക്കത്തിലേക്ക് അത് നീങ്ങുകയും ചെയ്തു. ഈ നീങ്ങിയ തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഉയർന്നു വരികയും ഒരു വിചാരണയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന നിലപാടിലേക്ക് പോവുകയും ചെയ്തത്. പല കോടതികളും ട്രംപിനെ കുറ്റമുക്തനാക്കിയെങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ അന്ന് അധികാരസ്ഥാനത്തിരുന്നിരുന്ന ഒരു പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു എങ്കിൽ കൂടി അധികാരമുണ്ടായിരുന്നു. നിലവിൽ വീണ്ടും അധികാരത്തിലേക്ക് പോകുന്നു. സ്വാഭാവികമായും അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു പ്രസിഡന്റിനെ വിചാരണ ചെയ്യാൻ സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകൾ നിയമ സംവിധാനങ്ങളിലുണ്ട്. നമുക്കറിയാവുന്നതാണ്, അത്തരത്തിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ വീണ്ടും ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കൂടി ആയതുകൊണ്ട് തന്നെ മറ്റ് നടപടിക്രമങ്ങളിലൂടെ അത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ വിചാരണ നടത്താനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നീക്കം നടത്താനാവില്ല എന്ന് തന്നെയാണ് ജഡ്ജി ടാനിയ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലൊരു നയം, അതായത് US നയം തന്നെ അത്തരത്തിലാണ്. അധികാരത്തിലിരിക്കുന്ന പ്രസിഡന്റിനെ വിചാരണ ചെയ്യരുത് എന്നൊരു ജുഡീഷ്യൽ നയം തന്നെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണിത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഭരണഘടനയുടെ അന്തിമ സംരക്ഷകൻ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന പ്രസിഡന്റ് പദവിയിലുള്ള ഒരാളെ ഭരണഘടനാ അനുസൃതമായ വിഷയങ്ങളിൽ വിചാരണ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ചില ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന സാങ്കേതികമായ വിഷയങ്ങളെല്ലാം തന്നെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. അത് തന്നെ ഒരു കാരണമായേക്കാം ഈ വിധിന്യായത്തെ അല്ലെങ്കിൽ ഒരു വിധി പുറപ്പെടുവിക്കുന്നതിനെ വിരുദ്ധമാകുന്ന ഒരു കാരണമായേക്കാമെന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ട്രംപിൻ്റെ കാലാവധി അവസാനിക്കുന്ന 2025 ജനുവരിയിൽ അധികാരത്തിലെത്തി 2029 വരെ അദ്ദേഹം തുടരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ തുടരുന്ന ആ ഒരു കാലഘട്ടത്തിന് ശേഷം മാത്രം ഇനി ഇത്തരമൊരു നീക്കം നടത്താം അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയെ നിലനിൽക്കുന്നുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിനെതിരായ കേസിലെ വിധി പുറത്തു വന്നിരിക്കുന്നത്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.